വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും എന്ന് രാവിലെ ഉറങ്ങി ചേർന്നൊരു കോലാണ് കാണാറ്. അപ്പം ഇന്ന് പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച നേരം 2 മണിയൊക്കെ ആവാറായിട്ടില്ല ഏകദേശം. നേരത്തെ സത്യം പറഞ്ഞാൽ ഇന്നെ കണ്ടാൽ ഞാൻ വയ്യാന്നാണ് ആരെങ്കിലും വിശ്വസിച്ച് ഞാൻ പറയാൻ പോണത് അതായിരുന്നു. എനിക്കിന്ന് തീരെ വയ്യാതാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ഫുഡ് ഉണ്ടാകാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നത്. പക്ഷെ ഇന്നിങ്ങനെ കണ്ടാൽ ഇത് പറഞ്ഞ് വിശ്വസിക്കുമോ ആരെങ്കിലും? അപ്പൊ അത് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. പക്ഷെ എനിക്കിത് തീരെ വയ്യ. ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കിടക്കും. തീരെ വയ്യ, തീരെ തളർച്ച, ക്ഷീണം, സ്മേലും കൈക്കും ആരോഗ്യമില്ലാത്ത പോലത്തെ ഒരു അവസ്ഥ. ഞാൻ സത്യം പറഞ്ഞാൽ കിടക്കുകയാണെങ്കിൽ ഞാൻ പോയി കിടക്കും. വേണ്ട, പണിയുണ്ട്. ഉച്ചത്തെ ഊണിന് നമുക്കൊന്നും ആയിട്ടില്ല, അതും നമ്മൾ നോക്കണ്ടേ. മുതിര വേവിച്ച് വെച്ചിട്ട് ഞാൻ രാവിലെ കടലക്കറിയും വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചു. കറി എന്നേട്ട കടലൊക്കെ വേവിച്ച് വെച്ച് നാളികേരൊക്കെ ശരിക്കും എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ അത് അരക്കിലും ഉണ്ടാക്കലൊക്കെ ഞാൻ ചെയ്തു മാത്രം. എന്താ പണി? തീരും മുളക് പൊടി ഇട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോണ ഉച്ചയൂണ് തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു ഉച്ചയൂണ് കാണിച്ചത്. തട്ടിക്കൂട്ടിയിട്ടൊരു ഉച്ചയൂണ് ഒന്ന് ഒക്കെ തട്ടിക്കൂട്ടിലാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ അതിനായിട്ട് നന്നാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മസാല പറ്റിച്ചു. മീൻ മസാല പറ്റിച്ചിട്ടുണ്ട്. ഞാൻ ഒരാഴ്ച മുന്നേ നെക്സ്റ്റോട് പോയപ്പോൾ ചിക്കൻ മേടിച്ച് ഫീസറിൽ വെച്ചാട്ടാ. അതിപ്പോൾ കുതിര ഇട്ടുണ്ടായില്ല. ഇതവിടെ മാങ്ങ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കറിക്ക് മാങ്ങ മേടിച്ചു വന്നു. പക്ഷെ അത് പുളി കുറവാണ്. പുളി ഇല്ലെങ്കിൽ പിന്നെ അത് ഇട്ടിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. കാരണം എനിക്ക് ഈ ഒരു കിതപ്പ് ഭയങ്കരമായിട്ട് വേണ്ടില്ല. അപ്പോൾ ശ്വാസം കിട്ടാത്തതിന് എന്തോ ഒരു, അതായത് എനിക്ക് വയറ് ഭയങ്കരമായിട്ട് ക്ഷീണമാണ്. ഷോൾഡറിൻ്റെ വശമൊക്കെ ഇങ്ങനെ ക്ഷീണിച്ച് വരിക, വയറ് ഇതായിട്ട് വരിക. ആൾക്കാർക്ക് ഇപ്പോൾ തോന്നുന്നു ഞാൻ മാങ്ങ വായ ചേർത്തപ്പോൾ തിന്നില്ല, പുളിയാണ്ട് ഇപ്പോൾ തിന്നില്ല. സത്യലേക്ക് തോന്നി. അല്ല, അത് ഒന്നുമില്ലല്ലോ. ഉപ്പൂരം മുളകും വെളിച്ചെണ്ണയില്ലാത്തല്ലേ. അങ്ങനെ അപ്പൊ വായില ചെയ്യും. അപ്പൊ വിഷമം മാറി. തോലുള്ളത് എടുത്തോ. കുടുക്ക സ്കൂളൊക്കെ വിട്ടു വന്നു കേട്ടാ. നിങ്ങൾക്ക് എന്തിട്ട് കമന്റ് ചെയ്യണ്ട്? മാങ്ങ വേണമെങ്കിൽ അല്ലേ? ആ മാങ്ങ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ പണ്ട് കുണിക്ക് അവിടെ എത്തിച്ചേരുന്നതാണ്. യൂട്യൂബിന്റെ തൈക്ക് ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്തൊരു ശബ്ദത്! ഓ, കിച്ചൺ ക്ലീനിങ് ആണ്. വെളുത്തുള്ളി എന്നൊക്കണ്ടേ? അപ്പോൾ സമയം 2 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഉച്ചകൊണ്ടിൻ്റെ തിരക്കാണ്. മുതിര രാവിലെ തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കാച്ചാൻ ടൈം കിട്ടിയില്ല. അന്വേണ്ട അമ്മയ്ക്ക് അവിടെ വയ്യെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം തറവാട്ടിലേക്ക് പോയി. പിന്നെ കുണുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമയം പോയതൊന്നും അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പേരി വേഗം വെന്തുണ്ടായിരുന്നില്ല, രാവിലെ വേവിച്ച് വെച്ചത്. അപ്പോൾ 2 വിസിൽ കൊണ്ടിട്ട് വേവിച്ചു. വെളുത്തുള്ളിയൊക്കെ ചതച്ചു മുതിര വെന്തുള്ളൂ നോക്കി. അപ്പോൾ ഞാൻ ചുവന്നുള്ളി ഇടില്ല, വെളുത്തുള്ളി മാത്രമേ മുതിരപ്പേരിലിടുള്ളൂ കേട്ടോ. അങ്ങനെ മുതിര എനിക്ക് ഒരു 5-10 വെളുത്തുള്ളി ചതച്ച് അങ്ങനെ മുതിരപ്പേരി കാച്ചണ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്നായിട്ട് തീർക്കണത്. എന്ന് വെച്ചാൽ
നമുക്ക് 2 മണി കഴിഞ്ഞു. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അന്നേട്ടപ്പോഴേക്കും ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടാൽ വേറെ ഒന്നുമില്ല. പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കിട്ടാം. വേറെ അധികമൊന്നും അങ്ങനെ ചേർക്കണത് ഇവിടെ ആർക്കും അധികം ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ആർഭാടായിട്ടൊന്നും ചേർത്തില്ല. അപ്പോൾ പിന്നെ ഇന്നലത്തെ പരിപ്പൂത്തി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചീഞ്ഞട്ടിയിട്ട് ചൂടാക്കി അത് വേറെ പാത്രത്തിലേക്ക്. പിന്നെ നമ്മൾ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ ചിക്കനിൽ കുറച്ചുകൂടി മുളക് പൊടി കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടി ഇട്ട് പുരട്ടി ചിക്കൻ വറക്കാൻ വെച്ചു. പിന്നെ അടുത്ത കൈ കൊണ്ട് നമ്മുടെ അടുക്കള ക്ലീനിങ് ആണ് കേട്ടോ. എന്താ വെച്ചാൽ അന്നൊന്ന് ചെയ്താൽ അന്നൊന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ എണ്ണമെഴുക്കല്ലേ ഒട്ടിയിരിക്കും. അപ്പോൾ അന്നൊന്ന് എല്ലാ ദിവസവും നമ്മുടെ അടുക്കളയിലെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനാക്കൂട്ടാം. അതിൻ്റെ ഇടയിൽ ഉപ്പും മാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ പാത്രത്തിൽ ഒരു കഷ്ണം മാങ്ങി കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് വായിലിട്ടു മിളകും ചാറും കുടിച്ചതാട്ടോ. അതാണ് ഇപ്പോൾ എൻ്റെ ഇടയിൽ പോയിട്ട് ഇത്. എൻ്റെ ഇടയിൽ പിന്നെ പൊന്നു വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് സംസാരിക്കുന്നുണ്ട്. ചിക്കൻ വറുത്ത് വരുന്നുണ്ട്. അങ്ങനെ ഓരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്യാട്ടോ. എന്താ വെച്ചാൽ സമയം ഇങ്ങനെ പെട്ടെന്ന് പോയി. എന്താ വെച്ചാൽ ഇവിടെ കുണിക്ക് ഭയങ്കര അലമ്പാണ് കേട്ടോ. എന്താ വെച്ചാൽ കുണിക്കെന്നെ പഠിപ്പിക്കാതിരുത്തിയിട്ട് ഇപ്പുറത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവൾക്ക് അത് വേണം ഇത് വേണം എന്നുള്ള വാശിയാട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മോറുണ്ടായിരുന്നു. കുറേയേറെ പാത്രങ്ങളൊക്കെ തന്നെയായിട്ട് മോര് വെച്ച് പോയിട്ട്. പിന്നെ അപ്പുറത്ത് നമ്മുടെ അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ഇതൊന്നും അമർത്തിയ താഴും താഴ്ത്തിക്ക് അമർത്ത്. അമ്മടി ഓക്കെ. അപ്പം ഇനി പരിപാടി എന്താ വെച്ചാൽ ആശാന്റെ ബാർബർ ഞാനല്ലേ. വയ്യാണ്ട് കിടന്നാലും നമുക്കിതൊക്കെ ചെയ്തു കൊടുക്കണം. കഴിഞ്ഞ മാസം 250 കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച 250 കൊടുക്കണം. ഇനി അപ്പൊ ഒരു 6 വർഷമായിട്ട് അടുപ്പിച്ച് ദിവസം കൂട്ടി കഴിഞ്ഞാൽ കാശ് കണക്കൂട്ടാ. കണക്ക് കൂട്ടിയാ ഇങ്ങോട്ട് തരാണ്ടാവും എനിക്ക് തോന്നുന്നു. കുറെ ഏറെ തരേണ്ടി വരും എനിക്ക് തോന്നുന്നു. എത്ര രൂപ ചെലവാക്കിയത്? 250 രൂപ. അപ്പൊ ഞാൻ വേണ്ട ലേഡീസ് എങ്ങനെ 300 രൂപ അടിക്കണം. അതെന്താ മേല് മുട്ടൊന്നും വേണ്ട. ഉണലുണ്ടോ ചീപ്പൊട്ട് അടിക്കുമ്പോ വേദനയില്ലോ? അവിടെ ഒന്നും ഉണ്ടല്ലോ അല്ലേ? അതെ, പെണ്ണുങ്ങളെ വെട്ടുമ്പോൾ അയ്യോ അവിടെ ഉണലുണ്ടേ. പതുക്കെ നോക്കട്ടെ നോക്കട്ടെ. കൈ ഉണരുണ്ട് കണ്ടുപിടിച്ചു. ആ പെണ്ണുങ്ങളെ വെട്ടുമ്പോൾ രൂപ 300 ആവും. പെണ്ണുങ്ങളെ കത്തര കൊണ്ട് തന്നെയല്ലേ വെട്ടണേ. പക്ഷെ ഇങ്ങനെ മേത്തൊക്കെ തൊട്ടിട്ട് കാശ് കുറച്ച് കൂടുതലാ. വേണ്ട മേത്തോടുണ്ട്. കത്തരയും ചീർപ്പും മേത്ത് തൊട്ടാ മതി. തോന്നുന്നുണ്ടല്ലേ? അല്ല കാശ് കൂടുന്ന കുഴപ്പമില്ല. ചെവിഞ്ചാണ് കേട്ടാ. ആ കുണുക്കാതെ എന്തിനാ നോക്കി അത് പോയിട്ട് തട്ടിട്ടു. ഞാൻ അതവഞ്ഞ വണ്ടി ആയിമ്പോ കയറുകയാണെങ്കിൽ ആ ടയറ് പൊളിയുണ്ട് വെച്ചിട്ട് വെച്ചതാ. മണ്ണിരിക്കാറുണ്ട് ആവശ്യണ്ട അന്നോട് എനിക്ക് അകത്ത് കയറിക്കോ കുണുക്കാം. വ്യാഴാഴ്ച ഇങ്ങോട്ട് വെച്ചുമ്പോ ചിലടവൻ അവിടെ ഒരു ഉണലുണ്ട്. അതാ വരയ്ക്കുന്നത്. ഫുഡ് ബാക്കൊന്നുണ്ടല്ലോ. വേണ്ട ആകെ എന്റെ മുടി ഒറ്റോടെ വെള്ളത്തിലോണ്ട് ഇട്ടോ കളയണ്ട. ചുമക്കാനാണ് ആ സ്പ്രേ എടുത്ത് മഴക്കുന്നത്. അയ്യോ അങ്ങനെ തിരിഞ്ഞിരിക്കെ എവിടേക്ക് വെട്ടുണ്ടോ? ഇനി ഇവിടെ വെട്ടണ്ടല്ലോ. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഒന്നിക്കണ്ട മുടി വെട്ട. അല്ല കാഞ്ചി ആ ഷെബിന്റെ വെറുതില്ലേ സമയക്കോ അതാ കൊണ്ടുപോവാ. ഓക്കെ നിങ്ങൾ മുട്ട അടിച്ചു പശിരുന്തി ചെയ്യണം കൊണ്ടാണ് നീ ചോണ്ടിരിക്കും. ടീച്ചറെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു വരാൻ പോട്ടാ.
ടീച്ചർ വീഡിയോ കാണണ്ടാവും. കുടുക്കൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് വന്നിട്ട് ഇവിടെ ഇരിപ്പാണ്. കേട്ടോ കൊടുക്കാം വേണ്ടടി. കുണിക്ക് അങ്ങോട്ട് പോയി വെയിലത്തേക്ക് പോയാ മതിയില്ലേ? ഈ ചെറുപ്പൊന്നും അത്ര വെട്ടാൻ പറ്റില്ല. അതെ പറ്റില്ല. ആ കറുത്ത ചെറുപ്പ് വണ്ടിയില്ല. അച്ഛൻ്റെ ഒരു ഭാഗ്യം. ഞാൻ മുടി വെട്ടിന്ന് എന്താ ഇവരൊക്കെ ഞാൻ ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കാന്നൊക്കെ ആലോചിച്ചോളൂ. അങ്ങനെ പറയണ്ട. രണ്ടാമത്തെ കെട്ടോ മനുഷ്യ അങ്ങനെ പറയണ്ട. ഒന്നാമത്തെ കെട്ടോ വേണ്ട. കെട്ടില്ല എന്ന് പറഞ്ഞില്ല കേട്ടോ. നോട്ടത്തെ പോയിന്റ് ഞാൻ 3-4-5 ദിവസം ചോദിച്ചപ്പോഴും ഇല്ല എന്നൊരു വാക്ക് പറയണേ കാര്യ. എന്തിനാന്ന് പറയണേ? ഒരാള് ഇല്ലാണ്ടാവുമ്പോഴല്ലേ അപ്പൊ അങ്ങനത്തെ കാര്യം പറയണത്. അപ്പൊ ഈ വേണ്ടക്ക് ഇഷ്ടമില്ല കാര്യം പറയാ. നോക്കട്ടെ വേറെ അങ്ങനെ കെട്ടിയ മനുഷ്യ മണ്ണിന്റെ കൃഷ്ണമണി പൊന്നാ നിന്റെ അച്ഛനും നേക്കെ വെട്ടി കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്റെ മനുഷ്യ ചീർപ്പ് ഇതാണെങ്കിൽ വെട്ടാൻ എളുപ്പല്ല. ഏത് ചീർപ്പ് വേണ്ടേ? മറ്റേ ചെറിയ ചീർപ്പില്ലേ നമ്മൾ ബാർബർ ഷാപ്പിലൊക്കെ പിടിക്കണ ഇങ്ങനത്തെ വട്ട ചീർപ്പുണ്ട് ഇങ്ങനെ കിട്ടുക. ഇവിടെ ഒന്നും കഴിയാൻ കുറക്കണ്ടല്ലോ. കുഴപ്പമില്ല മതിയില്ലേ? ഇങ്ങോട്ട് വന്നേ, രണ്ടാളും ഇങ്ങോട്ട് വന്നേ. വെട്ടാ അപ്പടെ കഴിയട്ടെ. എല്ലാവരും വെട്ടാ. അവിടെ ഉമ്മറോട് വെച്ചാൽ ഉമ്മറ അയ്യതിന്റെ ഉള്ളിൽ കൂടെ നിക്കണ്ട. എന്താ മണ്ണില് കുളിപ്പിച്ച് ഞാൻ എന്താ കുണുക്ക. ഇത് ട്രൗസർ അല്ല ഉണ്ണി. അവന്റെ ക്ഷീണിച്ചതാ. ആരെങ്കിലും പോയതല്ലേ. അതെന്തെങ്ങനെ തിരിഞ്ഞ് കേറിക്കണ ഇതൊക്കെ വീഴൂട്ടാ. കളി വേണ്ട. അവൻ തട്ടിയിട്ടാ മതിനേട്ടാ. മീശ പറ്റ അപ്പടെ കഴിഞ്ഞിട്ട് കിട്ടിയ അവന്റെ വർക്ക് അല്ല ഓഫീ തന്നെ. കുണുക്കനായിട്ട് വാ. കുണുക്കാ കുണുക്കാ ആദ്യം കുണുക്കാ. കുണുക്കനായിട്ട് വാ. നല്ല ചിക്കൻ ചിക്കൻ കുടിക്കാത്ത മല്ല ടമന്നാ മല്ല ചിക്കൻ. എല്ലാവർക്കും മല്ല ചിക്കൻ. എന്തോരം മുടിയുടെ തല നിറച്ച് മുടി ചെക്കൻ നോക്കി. ഈ ചെരുപ്പ് മേടിച്ചിട്ട് ഒരു കൊല്ലായി നോക്കിന്റെ മുടിയ തന്നെട്ടാ. നോക്ക് വീടിരിക്ക് നോക്ക്. വെഞ്ചാമര മോന്തത്രക്ക് തടി പറഞ്ഞ പാകാതായി. വലിയ കനായി അമ്മയുടെ മോൻ കല്യാണം ചെറുക്കാറായി. ആടി മേട എവിടെ നിൽക്കുക? ഓരോരുത്തർ കഴിഞ്ഞ വന്നിരുന്നോ? കുളിക്കൊന്നുമില്ലേ? കുളിച്ച് വൃത്തിയിൽ നല്ല ഭംഗി
ഈ കൂറ ഡ്രസ് മാറ്റി കെട്ടിയെന്നാ ഒരു പണ്ടെടുത്താന്ന് ഞാൻ പിന്നെ അമ്മക്ക് 4 പെൺകുട്ടികളാണോ എങ്ങനെ ഇങ്ങനെയാണോ ഇതിഷ്ടായത് ഇതിഷ്ടായ ഏതിഷ്ടം ഇതിനല്ലേ അയ്യോ പണ്ടത്തെ കൊടുക്കാൻ നോക്കിട്ടാ പണ്ടത്തെ കൊടുക്കുന്ന ഷേപ്പ് നോക്കിയില്ലേ കറക്റ്റ പണ്ടത്തെ നമ്മുടെ മുടിയേറ്റ അടുത്ത സമയത്ത് കൊടുക്കേ നമുക്ക് കേളിങ് ഷാമ്പു മേടിച്ച് മുടി കേളിങ്ങനെ കേട്ടോ ഫുള്ളും കേളിങ് ചേച്ചിയുടെ എൻഗേജ്മെന്റ് കൂടണ്ടേ എന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് അല്ലേ എന്റെ ചേച്ചി ഇങ്ങനെ ആവാം വേറെ ചേച്ചി ആവാം ആരുടെ ആവാലാണ് കേട്ടോ എത്രയാ വേണ്ട ബ്ലോക്ക് ചെയ്തോ ഞാന് ഇൻസ്റ്റയില് സാരി എന്റെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ എന്തേ കുഞ്ഞൊരു പണ്ടോടനെ ഒരു പണ്ടോടനെ അപ്പൊ ഞാൻ സാരി കണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സാരി കണ്ട് ഇഷ്ടപ്പെട്ട പിള്ളേരോട് ചോദിപ്പിക്കട്ടെ എത്ര റേറ്റാന്ന് ചോദിപ്പിക്കും ഞാൻ അങ്ങനെ അവരാ ഒന്നില് പൊന്നു അല്ലെങ്കിൽ കുഞ്ഞേട്ടാ അപ്പൊ ഇന്ന് കുഞ്ഞനെ കിട്ടിയത് അപ്പൊ കുഞ്ഞനെ ചോദിപ്പിച്ച് വാട്സാപ്പിൽ ചോദിച്ചിട്ടാ നല്ല സാരി ഒരു 10,000 രൂപ 1,200 ആണെങ്കിൽ രണ്ടൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല സാരിക്ക് 1,500 റേഞ്ചിന് ഇതാണ് പണ്ടോടുത്ത് വാ ഇനി കട്ടവാ വെട്ടണ മുടി വെട്ട അവിടെ ആരെങ്കിലും അമ്മായി ഇരിക്കണ്ട ഇവിടെ അപ്പൊ സാരിയുടെ റേറ്റ് 4,000 എത്ര കുഞ്ഞാ 4,850 വേണ്ട എന്താ കാണാൻ ഇങ്ങനെ പക്ഷെ 4,000-നുള്ളതില്ല സാരി ക്യാൻസൽ അടിച്ചോ അമ്മയുടെ പടിയില്ല കെട്ടാ ബണ്ണ് കിട്ടാത്ത ബണ്ണ് കിട്ടാണ്ടെങ്കിൽ നീ കെട്ട് നീ ബണ്ണ് ഓടുന്നുണ്ടായിരുന്നാ നീ തെറ്റിക്കട വെക്കണ്ട ഓണാക്കണ്ടേ ഇതല്ലേ എന്നെ ബണ്ണില്ലാണ്ട് വന്ന് ആരെയും ബണ്ണെടുത്തോണ്ടോ കെട്ടിട്ടെന്ന് പറഞ്ഞാ ആ സാരി ഇഷ്ടായി ഞാൻ പിന്നെ നിനക്ക് നിനക്ക് കഴിച്ചു തന്നിട്ടില്ലേ എന്താ നാശായിട്ട് ഈ മുടിയെ നിക്കണതല്ലേ ഈ മുടിയെ നിക്കില്ല ഇത് ഇവിടേക്ക് എത്തണ്ടത് തുണ്ട മുടി ഞാൻ എന്ത് ചെയ്യാ അപ്പൊ ഇത് വെട്ട് നമുക്കെല്ലാതും എല്ലാവരും കത്തിരിക്കണ്ട് വാ നീ കുണിക്കുവാ അങ്ങനെ നീ കുണിക്കിയുടെ മുടിയുടെ തുമ്പ് വെട്ടാൻ പോവാണെങ്കിൽ അന്നേട്ടാ ഇവിടെ അടി ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യാ മുടി തുണ്ട മുടി കെട്ടാൻ പറ്റണ്ട ഇപ്പൊ കുണിക്കേടി കുറെ മുടി അങ്ങനെ കിട്ടില്ല അല്ലാവത്തെ അങ്ങനെ അപ്പൊ അമ്മയുടെ മുടി ഇവിടെ കെട്ടി നോക്കിയേ ഇവിടെ നിക്കണ മുടി കണ്ട ഇത് ഇവിടേക്ക് എത്തണില്ല ഇവിടേക്ക് എത്തില്ല ഓ സത്യം പറയാലോ എല്ലായിടത്തേക്ക് നാട് വിട്ടാലോ എന്നാണ് ഇപ്പൊ എന്റെ ആലോചന സത്യം പറഞ്ഞാൽ അടുക്കളയിലെ പണിയൊന്നും കഴിഞ്ഞ് കിടക്കാന്ന് വെച്ചാൽ ഓടി വന്നാട്ടാ അപ്പോഴാണ് വരാ അക്രമങ്ങള് ഒന്ന് റെസ്റ്റ് ടൈം ഇല്ല എനിക്ക് നീ ഞാൻ കഴിക്കുന്ന കൂടെ എല്ലാവർക്കും രാത്രി ഓരോന്ന് ഞാൻ കൊടുക്കാൻ തുടങ്ങും എന്താ നിങ്ങളൊക്കെ ക്ഷീണം അറിയട്ടെ ഒക്കെ നീ കറിയിൽ പൊടിച്ചിട്ട് തരും അമ്മല്ല ചെയ്യും വല്ലമ്മ അതിന്റെ വലിയ മൂർക്കം കൂട്ടി ഇനി എന്താ വേണ്ട മുടി വെട്ട വേണ്ട കെട്ട വേണ്ട വെട്ട വെട്ടണ്ട
വെട്ടണാ അത് ശരിക്കും വെട്ട് വേണ്ട കെട്ട് വേണ്ട തരി തുമ്പ് വെട്ട് കൊടുത്താൽ നമുക്ക് എന്ത് പറഞ്ഞു നിക്ക് 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 മുടി തുമ്പ് ഇട്ടട്ടെ എന്ത് പിന്നെ എവിടെ ഇട്ടുണ്ട് കുണക്കന്നെത്തിയാ ഏഞ്ചിക്കപ്പോ ഏഞ്ചിക്ക് ഏഞ്ചിക്ക് മുടി മേടയാൻ തുടങ്ങിക്കോളെ മുടി ഇട്ടിട്ടെ അങ്ങനെ കുണുക്കിയുടെ മുടിയുടെ തുമ്പ് ഇട്ടാട്ടാ ശരിക്കും മഴയോട് ശരിക്കും നിൽക്ക് വെട്ടിട്ട് അത് തട്ടിയിടല്ലേ നിക്ക് നിക്ക് അത് ശരിക്കല്ല കേട്ടാ ചരിച്ച് കഴിഞ്ഞാൽ നിക്കട്ട് വിളിക്ക ശരിക്കല്ല നിക്ക് നിക്ക് തല ഉയർത്തി പിടിക്കുക തല ഇങ്ങനെ ഉയർത്തി പിടിക്കട്ടെ നിൽക്കട്ടെ വിളിക്കുക അടുത്ത അള്ളം മതി നിക്ക് ശരിക്കും നിക്ക് തുമ്പ് പറ്റിയാലേ മുടി വലുതാവുള്ളോ നിക്കടാ നിക്കട നിക്കട നിക്കടാ നിക്ക് 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 നീ ഈരെടുത്ത് കഴിയുമ്പോഴേക്ക് ഓള് നിന്നു നിക്കട വിളിക്കുക എന്താണ് 300 രൂപയൊക്കെ തരുന്നേ പിന്നെ നിക്കട്ടെ ഞാനന്ന് എന്താ എത്ര ബില്ലായെന്ന് ചോദിച്ചു പ്രിയനല്ല അവളത് നിക്ക് ഇങ്ങോട്ട് തിരിയണമല്ല ഷോ അത് പിന്നെ നോക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിക്കാം എന്നാലും അമ്മയ്ക്ക് മുടി വെട്ടാൻ പറ്റുള്ളോ ഒന്ന് ഇങ്ങനെ നിക്കൂ ഇങ്ങനെ തല പിടിച്ചിക്ക് ഞാൻ പറയണ വരക്ക് ഇത് വെട്ടിയും തുടങ്ങിയത് കൊരങ്ങ അപ്പം പങ്കുവെച്ചോണാവും എന്തിനാണ് നീ ചിരിക്കണ നീ ചിരിക്കണ്ടാണ് തല്ലുണ്ടാക്കും ഇവരെ കഴിഞ്ഞിട്ട് വേറെ ലോകത്തെ ആൾക്കാരുള്ളോ ഇവിടെ കുണിക്ക് ശരിക്കും കിട്ടില്ല മുടി വെട്ട രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ഒരു ഇതല്ലേ ഒരു വെയിലില്ലാത്ത മാതിരി ചൂടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ നമ്മൾ നമ്മുടെ കുണിക്കിന്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്യാട്ടാ വാച്ചിട്ടെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കിടീനി പറയും നോക്കട്ടെ ഓക്കെ നീ സൈഡ് കേട്ടോ അനങ്ങരുത് ഓക്കെ നിക്ക് 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 ഇങ്ങനെ നിൽക്കട്ടെ അപ്പയുടെ അടക്കി നോക്കിയിട്ട് ഇങ്ങനെ നിൽക്ക് വരണ മുടി വേണ്ടേ നിക്ക് നിക്ക് നിക്കട്ടെ 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 നിക്ക് 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 നിക്കണവനാ നിക്കണവനാ
നിക്കണ ശബ്ദം ഓഫ് ചെയ്തേ. വീഡിയോ എടുക്കണ കാണാണ്ടാ. ഭയങ്കര കുരുത്തേക്കാടാണ് ഇവിടെ പിള്ളേർക്ക് കേട്ടോ. നീ ഞാൻ നോക്കി, നീ അവൻ ചെയ്യുന്നത് എന്താ നോക്കണ്ട. നീ ഇങ്ങോട്ട് നോക്ക് അച്ഛനെ. നിക്കണ്ട നിക്കണ്ട. മക്കളില്ല ഇതിങ്ങനെ നോക്കട്ടോ. നിക്ക് 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 നിക്ക്. ഇതന്നെ പറ്റിയിട്ട് പോണു. ഉപദ്രവിച്ചിട്ടാ പോണോ. മുടി സെറ്റ് ആയില്ലേ ഇനി പറ്റി ആയിച്ചുണ്ടെങ്കിൽ കെട്ടാൻ പറ്റില്ല. നിക്ക് 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 ഇങ്ങനെ നിക്ക. കൊപ്പാക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് തെക്കോട്ട് മടക്കോട്ട് നോക്കി നിൽക്കുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ ലെയർ കണ്ടോ. അങ്ങനെ ഇങ്ങനെ ലെയർ. ഇനി എന്താ വേണ്ടത്? ഞാൻ അപ്പൊ കുളിക്കുമ്പോ മേലുകൾ കുളിപ്പിച്ചുതരാം. ഓക്കെ, മുടിയിട്ട് ടീച്ചറമ്മ മുടിയിട്ടോ. കെട്ടിയോ കെട്ട ഭംഗി എങ്ങനെ ഉണ്ടോ കെട്ടി ചേട്ടോ. മുടി മാതിരി നോക്കട്ടെ. കെട്ടാൻ പറ്റുന്നോ? ഇത് അമ്മയുടെ കുട്ടിയാ കേട്ടാ. അപ്പയുടെ കുട്ടിയല്ലോ. ഇഞ്ചിൻ്റെ സുന്ദരിയിലെ കുട്ടിയപ്പോ എന്തുണ്ടായി? നല്ല ഭംഗിയുണ്ടല്ലോ. ഭംഗിയില്ല. എന്തുണ്ടായി? കെട്ടിക്കട്ടെ. നല്ല മുടിയിലൊക്കെ കുടിക്കുന്ന മുടി. ഇനി പൊക്ക അച്ഛനെ ഷേവ് ചെയ്തിട്ടമ്മ. എന്നിട്ടാ സത്യരിക്കും വൈകാണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ ഷേവ് കൂടി ചെയ്താ ഡെയ്ലി നിങ്ങൾ ഒന്ന് പോയി തണ്ടലാണെന്ന് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടാ ഷേവ് ചെയ്യും. പ്രാന്തന്നെ ചെയ്തിട്ട് എടുക്കണേ. ഫുള്ള് മുടി മടിയേ. നടക്കണ കാര്യം പറയേ. നാല് വെച്ചിട്ട് മാട്ടയില് പുതിയ നടക്കേ. നിങ്ങൾ ആലോചിച്ച അവിടെ എൻ്റെ ഒരു അവസ്ഥ ആകെ ചില നേരത്ത് മനസ്സിലാക്കണത് ഈ മനുഷ്യൻ മാത്രമല്ല. ഈ മനുഷ്യൻ മാത്രം ചില നേരത്ത് മനസ്സിലാക്കില്ല. ചില നേരം 100-ലൊരു 80% മനസ്സിലാക്കി. ചില നേരങ്ങളിൽ മാത്രമല്ല. 80% 98 ആക്കിയാലോ 2% മനസ്സിലാക്കാത്തുള്ളൂ. തീർച്ചയായും അല്ലേ? അത് സമ്മതിച്ചുട്ടാ. അതാണ് അല്ല, നമ്മള് ഏതൊരു മനുഷ്യനായാലും എപ്പോഴും ഒരു ഇതാവില്ലല്ലോ. എത്ര നല്ലോനായാലും ചില ഒരു സമയത്ത് ഒരു പൊട്ട സ്വഭാവം ഉണ്ടാവുമല്ലോ.
എന്ത് പൊട്ട സ്വഭാവം കാണിച്ചാലും കുഴപ്പമില്ല. രണ്ടാമത്തെ കെട്ടുന്നത് പൊട്ട സ്വഭാവം കഴുത്ത് ജയിച്ചു കൊല്ലി ഞാൻ. ഈ അമ്മച്ചിയെ കൊണ്ട് എനിക്ക് പിന്നെ അറിയാലോ മനുഷ്യ, പ്രേതം എന്ന് പറഞ്ഞ ശക്തി ഉണ്ടെങ്കിൽ കഴുത്തൊക്കെ ജയിച്ചു കൊണ്ടു ഞാൻ. നല്ല ഭംഗിന്റെ ഇട്ടിട്ടുണ്ടല്ലേ എന്റെ ഇല്ലാന്ന് ആരെ ഭംഗിയില്ലാന്ന് മുടി വെട്ട് അടിപൊളി. എന്നിട്ട് പിന്നെ മെടയാണല്ലോ മുടി വേണ്ട നോക്കിയ ഞാൻ എവിടുന്ന വണ്ടി വന്നെ. ടീച്ചർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഭക്ഷണം കഴിച്ചിട്ടില്ല, സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം ഫോണിലിരുന്ന് കളിക്കാണ്. ടീച്ചർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ചിലരുടെ കാര്യങ്ങൾ ടീച്ചർ ഇത് കാണുന്നില്ലേ. ഇത് ഈ മഞ്ഞപ്പേരിയ കണ്ട ടീച്ചറെ ഇന്ന് സ്കൂളിൽ വിട്ടതിലൊന്നും കഴിച്ചിട്ടില്ല. നിന്റെ ടീച്ചർ പറയാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞില്ലേ ഫുഡ് കഴിച്ചു ഞാൻ വിളിച്ച് ചോദിക്കുന്ന ടീച്ചർ ചോദിച്ചില്ലേ പറഞ്ഞിട്ടല്ലേ? ഈ ടീച്ചർ നിന്നോട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ പറഞ്ഞില്ലേ? ഡാ ആ ടീച്ചർ കേക്കട്ടെ, നോണ പറയണ ടീച്ചറെ നാളെ പിടിച്ചോളൂ. എന്താ പേര് വേനാ സ്കൂളിൽ എന്താ പേരിടാ? ആ ശരിട്ടെ. ഫുള്ള് മുടി തട്ടണോ തട്ടണോ അമ്മ തട്ടണോ തട്ട മുടി. അപ്പം നമ്മുടെ ഏകദേശം എൻ്റെ ഡൈ അടിക്കൽ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് പിന്നെ പൊന്നിൻ്റെ മുടി വോൾമാക്സ് ചെയ്യാൻ വേണ്ടി കുറേ ഒരു 1.5 മണിക്കൂറായിട്ട് മെടയിരുന്നിട്ട് കൈയൊക്കെ എനിക്ക്. അപ്പോൾ അതൊക്കെ മെടയിൽ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാ. നേരത്താണ് ഇപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും ചോറ് ഇടട്ടേട്ടാ. ഇനി എല്ലാവർക്കും ചോറിട്ട് എല്ലാവരും ഇനി മാടി വിളിക്കണം. അപ്പോൾ ഇന്ന് തട്ടി മുട്ടിയൊരു ഫുഡാണ് കേട്ടോ. ഊണ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഊണ് 5 മണി കഴിഞ്ഞിട്ടാണ് കഴിക്കുമ്പോൾ ഏകദേശം എന്നാലും തട്ടി മുട്ടിയിട്ടായാലും ഒരു ഉച്ചൂണ് സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് വയ്യാത്തതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉച്ചൂണ് കേട്ടോ. അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയാം. പിന്നെ നമ്മുടെ അനുവേട്ടൻ്റെ ഫേവറേറ്റ്. പിന്നെ നമുക്ക് ഇന്നലത്തെ കുറച്ച് പരിപ്പൂത്തി ഉണ്ടായിരുന്നു കേട്ടോ.